ABC വേൾഡ് ഇൻ ഡെപ്ത് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു അനാലിസിസാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചൈനീസ് വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. അതിർത്തി പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാന വിഷയം. എന്താണ് ഈ സമയത്ത് ഇന്ത്യ ചൈന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് പ്രത്യേക ഉണർവ് വന്നത്? മറ്റൊന്നുമല്ല, ലോകത്ത് ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലത് നമ്മുടെ കാര്യങ്ങളെയും ബാധിക്കാൻ ഇടയുണ്ട്. ഉദാഹരണത്തിന്, നിലവിൽ ഇന്ത്യ അമേരിക്ക ബന്ധം അത്ര സുഖകരമല്ല. ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ഡെമോക്രാറ്റ്സും പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ആ ചിരിയുടെ അത്രയും അനുകൂലമല്ല ഇന്ത്യയുടെ നേരെയുള്ള അവരുടെ നയങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ബൈഡൻ പങ്കെടുത്തത് കണ്ടാൽ പുള്ളി കാനഡയെയും പാകിസ്ഥാനെയുമൊക്കെ മറന്നുപോയി എന്ന്. പക്ഷേ അത് കഴിഞ്ഞുള്ള കാലം നേരെ വിപരീതമായ ദിശയിലേക്കാണ് കാര്യങ്ങൾ പോയത്. പാകിസ്ഥാന് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന പ്രതിരോധ സാമ്പത്തിക സഹായങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിർത്തലാക്കിയിരുന്നുവല്ലോ, അവയെല്ലാം പുനരാരംഭിച്ചു. F-16 യുദ്ധവിമാനങ്ങളുടെ മെയിൻ്റനൻസ് പോലും അതിൽപ്പെടും. ഈ യുദ്ധവിമാനങ്ങളാണ് ബലാക്കൌട്ട് സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ നമ്മുടെ നേരെ പ്രയോഗിച്ചത്. ആ വിമാനം തകർത്തുകൊണ്ട് അഭിനന്ദൻ വർദ്ധമാനിലൂടെ ഇന്ത്യ അതിനുള്ള മറുപടി പാകിസ്ഥാന് കൊടുത്തു. അമേരിക്കയുടെ കാര്യം പോലെ തന്നെയാണ് റഷ്യയുടെ കാര്യവും. അവർക്കുമുണ്ട് ചില പാകിസ്ഥാൻ ചൈന ആയുധ കച്ചവടമൊക്കെ. നമുക്ക് S-400 എയർ ഡിഫൻസ് സിസ്റ്റം നൽകുന്നതിന് മുമ്പ് തന്നെ ചൈനയ്ക്ക് S-300 എയർ ഡിഫൻസ് സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ചൈന പ്രശ്നം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അത്. അതുപോലെ നമുക്കും ഉണ്ട് ഇതുപോലെയുള്ള ചില ബിസിനസ് ഡീലുകൾ. ഉദാഹരണത്തിന്, ഇസ്രായേൽ നമ്മുടെ ചങ്കാണ്, നമ്മുടെ വിശ്വസ്ത ചങ്ങാതിയുമാണ്. അതേസമയം തന്നെ നമുക്ക് ഇറാനുമായും നല്ല ബന്ധമുണ്ടായിരുന്നു. ഇറാനിലെ ചബഹാർ തുറമുഖം, പിന്നെ അമേരിക്കയുടെ വിലക്ക് മറികടന്ന് ഇറാനിൽ നിന്ന് നമ്മൾ ഇന്ധനം ഇറക്കുമതി ചെയ്യുമായിരുന്നു. ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ധനം ഇറക്കുമതി ചെയ്യുമായിരുന്നു നമ്മൾ. അതുമാത്രമല്ല, ആ ഇന്ധനം നമ്മുടെ റിഫൈനറികളിൽ റിഫൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ നമ്മൾ വിൽക്കുകയും ചെയ്യുമായിരുന്നു. അതായത് സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. അപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത രീതിയിൽ, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയാൽ നമ്മൾ വേറെ വഴി നോക്കും എന്നൊരു സന്ദേശം കൂടിയാകും ഈ അജിത് ഡോവൽ ചൈന വിദേശകാര്യമന്ത്രി ചർച്ച. അത് അങ്ങനെ തന്നെ ആകണം. കാരണം ചൈനയുമായി നമുക്ക് ശത്രുത മാത്രമല്ല, ബിസിനസ്സും ആവശ്യമാണ്. പക്ഷേ വളരെ കരുതലോടെ വേണം അത്. അതായത് ശ്രീലങ്കയ്ക്കും മാലദ്വീപിനും പിന്നെ മറ്റനേകം ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും പറ്റിയതുപോലെ അവരുടെ കടക്കണിയിൽ വീഴരുത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനം, ഡാമുകൾ, പവർ പ്രോജക്റ്റുകൾ തുടങ്ങിയ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കരുത്. അതുപോലെ തന്നെ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ തുടങ്ങിയ മേഖലകളിലും അനുവദിക്കാൻ പാടില്ല. പകരം അവിടുത്തെ കമ്പനികൾക്ക് അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷാ പ്രശ്നമോ അല്ലെങ്കിൽ ചൈനീസ് സമ്മർദ്ദമോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊളിച്ചുകൊണ്ട് സ്ഥലം വിട്ടോളാൻ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സേ അനുവദിക്കാവൂ. ഉദാഹരണം, ഒപ്പോ, വിവോ പോലുള്ള ചൈനീസ് ബ്രാൻഡുകൾ അവരുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പോലെ പൊളിച്ചുകൊണ്ട് പോകാൻ പറയുന്നൊരു സാഹചര്യമുണ്ടായാൽ അപ്പോൾ കുറച്ച് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവില്ല. പൊളിച്ചുകൊണ്ട് പോകാൻ പറയുന്നതിനെ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല. സുരക്ഷാ പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടുന്നതിനെ പറ്റി പറഞ്ഞതാണ്. അതേസമയം അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിയാൽ ഇതുപോലെ പെട്ടെന്ന് ഇന്ത്യയിൽ നിന്നും ഇറക്കിവിടാൻ പറ്റുന്ന സാഹചര്യമാവില്ല. ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ അവർക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ താൽപ്പര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മളുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവർ തയ്യാറാകുന്നത്. അതായത് പെട്ടെന്നുള്ള ഈ പ്രശ്ന പരിഹാരത്തിന് പിന്നിൽ അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സാഹചര്യം നമ്മൾ മുതലെടുക്കുന്നതോടൊപ്പം ജാഗ്രതയും വേണം.